കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഏകദേശം 22 ഏക്കർ വിസ്തൃതിയിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ദേശീയപാത 66 ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ദക്ഷിണകാശി എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ക്ഷേത്രവും നാലമ്പലവുമില്ല എന്നതാണ് പ്രത്യേകത. പരബ്രഹ്മനാഥമായ ഓങ്കാരത്തിൽ നിന്നാണ് ഓച്ചിറ എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ മുൻവശത്തായി 2 വലിയ ഗോപുരങ്ങൾ കാണാം. ഗോപുരം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പടിഞ്ഞാറ് ദർശനമായി ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഷടാധാര പ്രതിഷ്ഠകളുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ പലതുണ്ടെങ്കിലും ഇവിടെ ശൈവ വൈഷ്ണവ സങ്കല്പത്തിൽ 2 ആൾത്തറകളാണ് ഉള്ളത്. ഇവിടെ കുടികൊള്ളുന്നത് രൂപമില്ലാത്തതും എന്നാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മ സ്വരൂപമാണ്. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുത ശക്തിയുണ്ട്. അതിൽ നിന്നാണ് സകലതും ഉത്ഭവിക്കുന്നതും അതിൽ തന്നെയാണ് സകലതും വിലയം പ്രാപിക്കുന്നതും. ആ ശക്തിയെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമായി പറയപ്പെടുന്നത് വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രമാണ്. ഓച്ചിറ ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം കാണുന്നത് അലങ്കരിച്ചു നിൽക്കുന്ന കാളകളെയാണ്. കാളകളെ വണങ്ങി മുന്നിലേക്ക് ചെന്നാൽ ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൾത്തറകളും കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം. ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും 2 ആൾത്തറകളിലായി ആരാധിക്കുന്നു. അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ ക്ഷേത്രം. ഇവിടെ ഒരു മഹാക്ഷേത്രം ഉണ്ടാവാനുള്ള ഐതിഹ്യം ഇങ്ങനെ. പറയിപെറ്റ പന്തീരുകുലത്തിലെ 12 മക്കളിൽ ഒരാളായിരുന്നു ചാത്തൻ. അകവൂർ നമ്പൂതിരിയുടെ ആശ്രിതനായിരുന്നു ചാത്തൻ. ആശ്രിതൻ എന്ന് പറയുമ്പോൾ നമ്പൂതിരിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു ചാത്തന്റെ ജോലി. അകവൂർ നമ്പൂതിരിയുടെ ആശ്രിതനായതിനാൽ ചാത്തനെ അകവൂർ ചാത്തൻ എന്നറിയപ്പെട്ടു. നമ്പൂതിരി ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഉച്ചവരെ പരബ്രഹ്മ പൂജ കഴിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ചാത്തൻ നമ്പൂതിരിയോട് അങ്ങ് ആരെയാണ് പൂജിക്കുന്നതെന്ന് ചോദിച്ചു. നമ്പൂതിരി മറുപടിയായി പരബ്രഹ്മത്തെയാണ് പൂജിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ ചാത്തൻ പരബ്രഹ്മം ആരെപ്പോലെ ഇരിക്കും എന്നായി അടുത്ത ചോദ്യം. നമ്പൂതിരി പരിഹാസമായി നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചാത്തൻ പിറ്റേ ദിവസം മുതൽ രാവിലെ കുളിച്ച് ദിവസവും പരബ്രഹ്മത്തെ മാടൻ പോത്തിന്റെ രൂപത്തിൽ ധ്യാനിച്ചു. 41-ാം ദിവസം മാടൻ പോത്തിന്റെ രൂപത്തിൽ പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടു. മാടൻ പോത്തിനെ ചാത്തന് മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ചാത്തൻ മാടൻ പോത്തിനോട് സംസാരിക്കുകയും തീറ്റ കൊടുക്കുകയും ചെയ്തിരുന്നു. ചാത്തൻ എവിടെ പോയാലും മാടൻ പോത്തും കൂടെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്പൂതിരിയും ചാത്തനും കൂടി തെക്ക് ദേശത്തേക്ക് ഒരു യാത്ര നടത്തി. കൂടെ മാടൻ പോത്തും അനുഗമിച്ചു. ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവർ ഓച്ചിറയിലെ ഉണ്ടിക്കാവിനടുത്തെത്തി. എന്നാൽ ഈ പ്രദേശം മുഴുവൻ കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. നാട്ടുവഴികൾ തന്നെ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാട്ടുവള്ളികൾ മാറ്റി മുന്നോട്ട് നടക്കുമ്പോൾ മാടൻ പോത്തിന്റെ കൊമ്പുകൾ കാട്ടുവള്ളിയിൽ കുടുങ്ങി. അപ്പോൾ ചാത്തൻ തിരിഞ്ഞ് മാടൻ പോത്തിനോട് കൊമ്പ് ചരിഞ്ഞ് കടക്കാൻ പറഞ്ഞു. ഈ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ നമ്പൂതിരി നീ ആരോടാണ് സംസാരിച്ചതെന്ന് ചാത്തനോട് ചോദിച്ചു. ചാത്തൻ പരബ്രഹ്മത്തിനോടാണ് എന്ന് മറുപടി പറഞ്ഞു. എന്നാൽ നമ്പൂതിരിക്ക് ചാത്തനെ അല്ലാതെ മറ്റാരെയും അവിടെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചാത്തൻ പരബ്രഹ്മം കൂടെയുണ്ടെന്ന് നമ്പൂതിരിയെ ധരിപ്പിച്ചു. തുടർന്ന് ചാത്തനെ സ്പർശിച്ചു നോക്കിയപ്പോൾ നമ്പൂതിരി പരബ്രഹ്മത്തെ കാണുകയും കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. നമ്പൂതിരി പോത്തിന്റെ കൊമ്പിൽ സ്പർശിച്ചപ്പോൾ പോത്ത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. പരബ്രഹ്മം പോയ സങ്കടത്തെ തുടർന്ന് ചാത്തനും നമ്പൂതിരിയും ഇവിടെ ഭജനമിരിക്കുകയും വർഷങ്ങൾക്കു ശേഷം മോക്ഷം പ്രാപിച്ച് പരബ്രഹ്മത്തിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം. വൃശ്ചിക മാസം 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായി 12 വിളക്ക് എന്ന പ്രസിദ്ധമായ ഉത്സവം നടക്കുന്നു. ഉത്സവ ദിവസങ്ങളിൽ കുളിൽ കെട്ടി ഭജനമിരിക്കുക, അന്നദാനം, ഭാഗവത പാരായണം, രോഗങ്ങൾ മാറുവാൻ 8 കണ്ടം ഉരുളിച്ച എന്നിവയാണ് പ്രധാന നേർച്ചകൾ. മിഥുനമാസത്തിലെ ഓച്ചിറ കളിയാണ് മറ്റൊരു വിശേഷം. കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ യുദ്ധം നടന്ന വേദിയാണ് ഓച്ചിറ പടനിലം എന്ന് ചരിത്രം പറയുന്നു. യുദ്ധത്തിന്റെ അവസാനം പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്നും പറയപ്പെടുന്നു. ഇതിന്റെ സ്മരണയ്ക്കായാണ് ഓച്ചിറ കളി നടത്തുന്നത്. വേലുത്തമ്പി ദളവ കൊല്ലം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം പണികഴിപ്പിച്ച അവസരത്തിൽ ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണികഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ദേവപ്രശ്നത്തിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവന് ഇഷ്ടമല്ലെന്ന് തെളിയുകയും ഇന്നു കാണുന്ന പ്രധാന ആരാധനാ കേന്ദ്രങ്ങളായ ആൾത്തറകൾ മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ചതാണെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വടക്ക് വശത്തുള്ള ഉണ്ടിക്കാവിൽ നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു.
28ാം ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നടക്കുന്ന ആഘോഷമാണ് കെട്ടുകാള മഹോത്സവം. 52 കരകളിൽ നിന്നായി ഭഗവാന്റെ വാഹനമായ നന്ദിക്കാളയുടെ ഭീമാകാരമായ പ്രതിമകൾ ജോഡികളായി ചുവപ്പും വെള്ളയും നിറങ്ങളിൽ അലങ്കരിച്ച് താളമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി ക്ഷേത്ര മൈതാനത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ വർണ്ണാഭമായ ചടങ്ങുകൾ കാണാൻ അനേകായിരങ്ങളാണ് ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്നത്. ഓച്ചിറ കാളകെട്ട് എന്നത് ഒരു ജനതയുടെ സംസ്കാരത്തിന്റെയും ആഘോഷത്തിന്റെയും വലിയൊരു പ്രദർശനമായി കണക്കാക്കുന്നു. ക്ഷേത്രം രാവിലെ 5 മണി മുതൽ രാത്രി 8:30 വരെ തുറന്നിരിക്കും. ഈ സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ക്ഷേത്ര ദർശനം നടത്താം. ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.